ഫിലിപ്പാപ്പ, ഞങ്ങളായിട്ട് ഒന്നിനും പോയിട്ടില്ല. അവന്മാരാണ് ഏണിയായിട്ട് ഇങ്ങോട്ട് വന്നത്. അല്ലടാ, ഞാൻ അതിന്റെയൊക്കെ കാരണക്കാരൻ. ഇതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ നീയൊക്കെ ഈ എല്ലിന്റെ ഇടക്കുത്ത് കാണിക്കണത്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം തർക്കിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ ഒരു കാര്യമില്ല. ആദ്യം പ്രശ്നം പറഞ്ഞു ചേർക്കാൻ ഒരു വഴി പറ. എന്ത് വഴി? ആ പള്ളിപ്പറമ്പിൽ ആറുകളത്തിൽ കുറെ കുഴിച്ചിടാൻ പറ. രണ്ട് കുടുംബക്കാരുമുണ്ട്. റോയ് സാർ വന്നല്ലോ. അതെ, എല്ലാവരോടും ഒരു കാര്യം പറയാം. കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. കോംപ്രമൈസ് ഒന്നും അവമാനം സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ വെട്ടിക്കണ്ടിച്ച് കടലിൽ താഴ്ത്തുന്ന അവരെ വെല്ലുവിളിച്ചേക്കണേ. ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ ഇവൻ ആ കോളനിയിൽ ഏതോ ഒരു പെണ്ണിനെ സ്റ്റേജിന്റെ പുറകെ കാണാൻ ചെന്നെന്നോ എന്തോ പറഞ്ഞെന്നോ അതിന്റെ പേരിലാണ് ഈ അടിപിടി നടന്നെന്നാണ് അവിടെ പറയുന്നത്. റോബർട്ട് എന്ത് പറഞ്ഞെന്ന്? അവര് പറയണ പെണ്ണ് ഇവനെ തമ്മിൽ ഇഷ്ടത്തിലാണ്. അവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവൻ അങ്ങോട്ട് പോയത്. അതോള് വിളിച്ചിട്ട് ഞാനും മിനിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ടവളമാരുടെ പുറകെ നടന്നിട്ട് നീ കാരണം എന്റെ കുടുംബത്തെ ഒരാളുടെ മേത്ത് ഒരു തരി മണ്ണ് വീണ അതിനെ നിനക്ക് ജീവനുണ്ടായിട്ട് വേണ്ടേ പ്രേമിക്കാൻ? അവിടെ നിന്ന് ഒരു പട ഇങ്ങോട്ട് ഇളകി വരുന്നുണ്ട്. വെട്ടിയാ മുറി കൂടുന്ന ജാതി അവന്മാര്. പിന്നെ നീ കാല് തല്ലി ഓടിച്ച ജയ്സൺ, അവന്റെ സ്ഥിതി എന്തെന്ന് ഇനി കണ്ടു തന്നെ അറിയണം. അല്ലെങ്കിൽ ഒന്ന് ഒരു കാര്യം പറഞ്ഞു. അതെ, നമുക്കിപ്പൊ തന്നെ പോയി ആ ജയ്സനെ ഒന്ന് കാണാം. പറയുന്ന കേക്ക്, എന്നിട്ട് ഉള്ള പിടിപാടൊക്കെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒത്തീർപ്പാക്കാൻ നോക്കാം. അതല്ലാതെ വേറെ വഴിയില്ല. സംഭവിക്കാൻ പാടില്ലാത്തൊക്കെയാണ് സംഭവിച്ചത്. അവനൊരബദ്ധം പറ്റി. പിന്നെ നിന്റെ കയ്യിലിരിപ്പം അത്ര വെടിപ്പൊന്നും അല്ലല്ലോ. നീ ആയിട്ട് ചെന്ന് കയറി വാങ്ങിച്ചല്ലേ. അതുകൊണ്ട് നമുക്ക് ഇരുകൂട്ടർക്കും തട്ടുകേടില്ലാത്ത രീതിയിൽ ഒരു കാര്യം ഞാൻ കൊണ്ട് പറയാം. ആ പുന്നാരമോന് ജാമ്യം പറയാമെന്നാണ് നടക്കൂലോട്ടാ. നീ ആരാടാ? നിന്നോട് അഭിപ്രായം ചോദിച്ചാ? ചേട്ടന്റെ അനിയനാ സാറ്. പോൾ സാർ, നീ അങ്ങോട്ട് മാറിയെന്നേ. തനിക്ക് പറ്റിയതൊന്നും ഞാൻ എന്ത് തന്നാലും മതിയാവൂലെന്ന് എനിക്കറിയാം. ക്ഷമിക്കണം. ഇതിന്റെ പേരിൽ എന്റെ ചെറുക്കനെ ഉപദ്രവിക്കരുത്. ജയ്സ, നിനക്കും കുടുംബത്തിനും വേണ്ട എന്താന്ന് വെച്ചാ അളിയൻ തരും. പിന്നെ ഇവിടുത്തെ ചെലവ് നോക്കിക്കോളൂ. കത്തിക്കുത്തും കൊട്ടേഷനും ഒക്കെ ആയിട്ട് കുറെ കേസുകൾ സ്റ്റേഷനിൽ അട്ടിയിട്ട് കിടപ്പുണ്ട്. ചിലപ്പോ ഞാൻ അതങ്ങ് മറക്കും. നീ ശരിക്കും ആലോചിച്ചിട്ട് പറ. എന്തുവാ ആലോചിക്കാനാണ്? പറ്റൂലെന്ന് പറയട്ടാ. മിണ്ടാതിരിക്കടാ. അപ്പൊ ശരി ജയ്സ, നീ നന്നായിട്ട് ആലോചിച്ചിട്ട് മറുപടി പറ. ഇനി അതല്ല മറിച്ചാണെങ്കിൽ നമുക്കൊന്നുകൂടി കാണേണ്ടി വരും. അവൻ അവനെ എത്രയും വേഗം ഇവിടുന്ന് മാറ്റണം. ചെറുക്കനെ ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാണ്. അല്ലേ ഒന്നൊരു പണി ഞങ്ങൾ അവനെ പിടിച്ച മാനോട് എല്ലാത്തിനെ എവിടെ കൊണ്ടുപിക്കണോ? എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞോളെ, ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. നീ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയേ പറ്റൂ. ഇനി അതല്ല നിനക്ക് ഒരു മോൻ മതിയെങ്കിലേ നീ അവനെ ഇവിടെ തന്നെ നിർത്തിക്കോ. കുഞ്ഞോളെ, നീ ഒന്ന് സമാധാനപ്പെട്. ബാംഗ്ലൂരുള്ള മേഴ്സിയുടെ ആംഗ്ലെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം അവൻ ഇവിടുന്ന് ഒന്ന് മാറിയിക്കട്ടെ. പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോ നമുക്ക് അവനെ തിരിച്ചു വിളിക്കാമല്ലോ. പറയുന്ന കേക്ക്. അപ്പൻ
അപ്പോഴത്തെ ദേഷ്യത്തിന് കൊച്ചേർക്കൻ അടിച്ചു പോയതാ. പിന്നെ നിങ്ങളെയും ഭയ തോന്നി എന്തൊക്കെയോ വിളിച്ച് പറയുകയും ചെയ്തു. ഒന്നും മനസ്സിൽ വെച്ചേക്കല്ല. അത് സാറില്ലപ്പാ. നീയും റോബർട്ട് കാരണം ആ സേവിയുടെ ജീവിതം കൂടിയാണ് കുഴപ്പത്തിലാകുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവനായിട്ട് ഇന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഇനിയിപ്പോ പഴയ പോലെ ഒന്നും വേണ്ട. വേറൊന്നുമില്ല. അന്തോണിക്കൊരു കൂട്ടായിട്ട് അത് മാത്രമേ ഉള്ളൂ. എന്റെ മോനെ മനസ്സിലാകണ്ട അപ്പം പറയണത്. എന്നിട്ടെന്താവാൻ? റോബർട്ട് പോയോടുകൂടി ഡോണയും സേവിയറും കട ഒതുങ്ങി. അന്ന് കാർണിവലിന് നടന്ന പോലത്തെ ഒരടി പിന്നെ കൊച്ചിക്കാരും കണ്ടിട്ടില്ല. ഓർക്കുമ്പോ തന്നെ രോമാഞ്ചമാണ്. ഇതിപ്പോ കുറച്ച് ദിവസമായില്ലേ, ഇനിയിപ്പോ റോബർട്ട് ഏട്ടാ തിരിച്ചു വരുമോ? അവൻ വരുമില്ലൊന്നും എനിക്കറിയില്ല. പക്ഷെ അവര് 3 പേരും ഒന്നിച്ചാ. കൂട്ടത്തിലൊരുത്തവണ തൊട്ടതിന്റെ പേരിൽ കൊച്ചിൻ കാർണിവലിൽ നിർത്തിച്ച ടീംസാ ഇപ്പൊ അവന്റെയൊക്കെ കുടുംബത്തിൽ കയറിയ പണിതേക്കണേ. ഓരോന്നിനെ എണ്ണി എണ്ണി പൊക്കിയിരിക്കും. ജയ്സൺ ചേട്ടാ സിഗരറ്റ് എത്ര വെക്കണ്ടേ? 2 പാക്കറ്റ് വെച്ചാൽ മതി. 2 പാക്കറ്റ് വെച്ചിട്ടുണ്ടേ. ചേച്ചി പൈസ എന്നാളെ വാങ്ങിച്ചോളാം കേട്ടോ. എന്താണ് ജയ്സ? എന്താടാ ഡേവിസേ, വൈപ്പിനുള്ള പണികളൊക്കെ പോരായിട്ടാണ് എവിടേക്ക് വന്ന് ചാടിയേക്കണത്? നീ നിന്റെ പാട് നോക്കി പോ ജയ്സ. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? മെച്ചമുണ്ടോ?